ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും കുഞ്ഞാവയും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതേ, എനിക്ക് റെസ്റ്റ് ആണ്. സ്റ്റെപ്പിന് ഒന്ന് സ്ലിപ്പായി, അങ്ങനെ കാലിനൊക്കെ പണി കിട്ടി അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ ഇനി വീഡിയോ ഒക്കെ ഇടുന്നതിന് കുറച്ച് പരിമിതിയും കാര്യങ്ങളുണ്ട്, എങ്കിലും ഞാൻ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. എന്തായാലും എല്ലാവരുടെ ഹെൽപ്പൊക്കെ കൊണ്ട് വീഡിയോ ഇടാന്ന് ഇങ്ങനെ കരുതുന്നു. ഈ പാമ്പാട മീനെ, അതായത് തളയൻ, വെട്ടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിന്റെ മേലുള്ള ചിറക് പോലത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കത്തിയോ പിച്ചാത്തിയോ ഒന്നും തന്നെ വേണ്ടാതെ പെട്ടെന്ന് തന്നെ അതെല്ലാം മുറിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആയിട്ടാണ് കേട്ടോ അതിന് ഞങ്ങൾ വന്നിരിക്കുന്നത്. താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട്, വളരെ ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ ഒരു വിലവും കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ പോരും. കണ്ടാ ഇനി എത്ര വരെ പോരും. അതായത് മീനിനെ ഇങ്ങനെ തലകീഴായിട്ട് പിടിച്ചിട്ട് ആ ചിറകിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് അതേ നിരയിൽ തന്നെ പീൽ ഔട്ട് ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നത് കാണാവേ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് സൗകര്യമാവുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പൊ ഇത് കൊണ്ടിങ്ങനെ വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് ക്ഷമിച്ച് കാണണം കേട്ടോ. ഇതെല്ലാം സുഖമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല നല്ല വീഡിയോകൾ പിന്നെ ഇടാം. ഇതൊക്കെ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിലൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്ന വീഡിയോസ് ഒക്കെ ആയിരുന്നേ. പക്ഷെ ഇപ്പൊ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഇനിയിപ്പൊ നമ്മള് പിച്ചാത്തിക്ക് പകരം ഈ കത്രികയെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ അതിന്റെ പല്ലൊന്നും കൈ കൊള്ളാതെ അതിന്റെ മറ്റേ ഇതില്ലേ ശേഖള അതെല്ലാം വെട്ടി സാധാരണ മീനുകൾ വെട്ടുന്ന പോലെ വെട്ടിയെടുക്കണം. പിന്നെ ഏറ്റവും വലിയ പാടെന്ന് വെച്ചാല് ഇതിന്റെ മേളിലുള്ള എന്താ പറയുന്നത് ഈ ഒരു മിനുസം പോലുള്ള ആ സംഭവം ഇല്ലേ, അത് മാറ്റാനാണ് പിന്നെ പാട്. അതിനുകൊണ്ടൊരു ട്രിക്ക്, നമ്മുടെ പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബറാണ് അത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ചാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് ഇതിന്റെ അഴുക്ക് പോവും. ഒരു തുള്ളി പോലും ഇല്ലാതെ വൃത്തിയായിട്ട് ഇതിന്റെ അഴുക്ക് പോകാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണിത്. ഇത് എന്റെ മകളുടെ കാല് വയ്യാത്തത് കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെയ്ത് കാണിക്കുന്നത്. ഏറ്റവും വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ട എനിക്ക് ചെറിയ നല്ല ഭംഗിയായിട്ട് വന്നു. ഒരു തുള്ളി പോലും അഴുക്കില്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യം ഇതാണ്. ടിപ്പാണിത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൈപ്പ് നമ്മൾ തുറന്നു വെച്ചാണ് ഈ സ്ക്രബ്ബറിന് വലിക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല ക്ലീൻ ആക്കി നല്ല സൂപ്പറാക്കി ഈ പാമ്പാടെ അഴുക്ക് കളഞ്ഞെടുക്കാവുന്നതാണ്. അഴുക്കല്ല, എന്റെ കുടുംബം കാര്യങ്ങളും കളഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കാവുന്നതാണ്. പോലും അഴുക്കില്ല. കണ്ടാ വളരെ വളരെ ക്ലീൻ ആക്കി എടുത്തിരിക്കും. ഒരു തുള്ളി അഴുക്കോ കാര്യങ്ങളോ യാതൊരു വിധ സാധനങ്ങളും ഇല്ല. ഇതിന്റെ ഹെഡാണ്. ബാക്കി ഇല്ലാണ്ട് ഒരു തുള്ളി പോലും അതിന്റെ കാര്യങ്ങളില്ലാത്ത നല്ല സൂപ്പർ പീസായിട്ടാണ്. വളരെ 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 സിമ്പിൾ ആയിട്ടാണ്. ഒരു 2 മിനിറ്റ് മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇങ്ങനെ നമ്മൾ പീസ് ആക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ചരിച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ആധികാരികമായിട്ട് പറയാനായിട്ട് അച്ഛന് സാധിക്കും. കാര്യം അച്ഛൻ മുൻപ് മീനൊക്കെ വിറ്റോണ്ടിരുന്ന ജോലിയായിരുന്നേ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ഒക്കെ ലെങ്തി ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നത്, പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്